നമസ്കാരം. STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളം PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കാൻ ഗ്രാമതലത്തിൽ BJP ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നും K. സുരേന്ദ്രൻ. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ. മലമ്പുഴ പ്രദേശം പുലിഭീതിയിൽ. ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി പുലിയെ കണ്ടു. കാർ യാത്രികർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. മങ്കര ചവിട്ടിലത്തോടിന് സമീപം വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം ബൈക്കുകൾ കൂട്ടിയിടിച്ച്. മരിച്ചത് കൊയിലത്തുംപടി മനോജിന്റെ മകൻ 24 വയസ്സുള്ള വിപിൻ. കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കും. ഷൊർണൂരിൽ CITU മുനിസിപ്പൽ കൺവെൻഷൻ. ഒറ്റപ്പാലത്ത് CITU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ. വാർത്തകൾ വിശദമായി. PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്നും കേന്ദ്ര പദ്ധതികളുടെ ഗുണം സാധാരണക്കാർക്ക് ലഭ്യമാകണമെങ്കിൽ ഗ്രാമതലങ്ങളിൽ BJP ജനപ്രതിനിധികൾ വേണമെന്നും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നതർക്ക് പങ്കുള്ളതായും സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2500 കിലോമീറ്റർ റോഡ് നമ്മൾ ഇതുവരെ പണിതു മോദി സർക്കാർ. ശരിക്കും 5000-6000 കിലോമീറ്റർ റോഡ് പണിയേണ്ടതാണ്. സ്റ്റേറ്റിന് വീതമല്ല. സംസ്ഥാനത്തിന് എല്ലാത്തിലും പങ്കാളിത്തം വേണം. എന്നാൽ സംസ്ഥാനത്തിന് നീക്കിവെക്കാൻ വീതമില്ല. ഞാനൊരു ദയനീയമായ ഉദാഹരണം പറയും. ഇപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി, ഇവിടെ ധാരാളം ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലോ. തൊഴിലുറപ്പ് പദ്ധതിയുടെ കൂലി മുഴുവൻ സെൻട്രൽ ഗവൺമെൻറ്റാണ്. എല്ലാവർക്കും അറിയാമല്ലോ. ഒരു മാസം വൈകിയേ പറയും മോദി, അല്ലെ ഒരാഴ്ച വൈകിയേ പറയും മോദി ശമ്പളം തരുന്നില്ല. കൃത്യമായി കിട്ടിയേ പറയും പിണറായി ശമ്പളം കൊടുക്കുകയാണെന്ന്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ശമ്പളം പൂർണ്ണമായിട്ടും സെൻട്രൽ ഗവൺമെൻറ്റാണ്. പക്ഷേ അതിനകത്തൊരു പർച്ചേസ് ഉണ്ട്. അറിയാം ഇതിൽ മറ്റാരാ ഇരിക്കുന്നത്. V. കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. BJP വെസ്റ്റ് പ്രസിഡന്റ് V. വേണുഗോപാൽ, ജില്ലാ ജനറൽ സെക്രട്ടറി P. മനോജ്, ജില്ലാ ഉപാധ്യക്ഷ രശ്മി ബൈജു, M. സുരേഷ് ബാബു, NK മണികണ്ഠൻ, മധ്യമേഖലാ സെക്രട്ടറി T. ശങ്കരൻകുട്ടി, P. ബേബി ഗിരിജ, T. നാരായണൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മലമ്പുഴ പ്രദേശം പുലിഭീതിയിൽ. ഇന്നലെ രാത്രി 11 മണിയോടെ പ്രദേശത്തെ സ്കൂളിന് സമീപം പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നു. കാറിൽ വന്ന യാത്രക്കാരൻ മൊബൈലിൽ വീഡിയോ പകർത്തിയിട്ടുണ്ട്. രാത്രി 11 മണിയോടെ സ്കൂളിന് സമീപത്തെ മതിലിനു മുകളിൽ പുലി നിൽക്കുന്നത് കണ്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആളുകളെ കണ്ടപ്പോൾ പുലി ഓടിമറഞ്ഞു. കാറിൽ വന്ന യാത്രക്കാർ പുലിയുടെ വീഡിയോ മൊബൈലിൽ പകർത്തുകയായിരുന്നു. സ്കൂൾ കുട്ടികളും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി ആളുകൾ സ്ഥിരമായി നടക്കുന്ന പ്രധാന പാതയാണിത്. നേരത്തെയും റിക്വേഷൻ മൈതാനത്തിലും സ്കൂളിനടുത്തും പുലിയെ കണ്ടതായി നാട്ടുകാർ പറയുന്നുണ്ട്. പുലി ജനവാസ മേഖലയിൽ എത്തിയതോടെ നാട്ടുകാർ ഭീതിയിലാണിപ്പോൾ. നാട്ടുകാരും പോലീസും ചേർന്ന് രാത്രി സ്ഥലത്ത് തിരച്ചിൽ നടത്തി. വനം വകുപ്പ് സ്ഥലത്തെത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മങ്കര ചവിട്ടിലത്തോടിന് സമീപം സംസ്ഥാന പാതയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. മങ്കര റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കൊയിലത്തുംപടി മനോജിന്റെ മകൻ 24 വയസ്സുള്ള വിപിനാണ് മരിച്ചത്. ശനിയാഴ്ച രാത്രി 8:45ഓടെയായിരുന്നു അപകടം. സാരമായി അപകടത്തിൽ പരിക്കേറ്റ യുവാവിനെ പത്തിരിപ്പാലയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പരിക്കേറ്റ ബൈക്ക് യാത്രികനായ മംഗലം തെക്കുംചെറാട് സ്വദേശി വാസുവിനെ വാണയംകുളം സ്വകാര്യ ആശുപത്രിയിലും ബൈക്കിൽ വിപിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഗോപാലകൃഷ്ണനെ ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. വിപിൻ്റെ സഹോദരൻ മിഥുൻ, അമ്മ ധനലക്ഷ്മി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ പരുത്തിപ്ര പാതയിൽ മഞ്ഞക്കാട് മരം കടപുഴകി വീണു. രാവിലെ 11 മണിയോടെ പാതയ്ക്ക് കുറുകെയാണ് വീണത്. ഇത് വലിയ വാഹനങ്ങൾ പോകുന്നതിന് തടസ്സമായി. മറ്റ് അനിഷ്ട സംഭവങ്ങൾ ഒന്നും ഉണ്ടായിട്ടില്ല. ആവണശ്ശേരി ആനക്കല്ലിൽ സ്വകാര്യ മരക്കമ്പനിയിൽ തീപിടുത്തം. ആനക്കല്ലിൽ ബെന്നിയുടെ ഉടമസ്ഥതയിലുള്ള മരക്കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തൃശൂർ അഗ്നിരക്ഷാസേനയെത്തിയാണ് തീയണച്ചത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ B. ഹരികുമാർ, സീനിയർ റെസ്ക്യൂ ഓഫീസർ G. അരുൺകുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തൊഴിലാളികൾ കൂട്ടത്തോടെ രംഗത്തിറങ്ങണമെന്ന് CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നടന്ന കൺവെൻഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ ഉദ്ഘാടനം ചെയ്തു. തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഗുണം തെരഞ്ഞെടുപ്പിൽ കിട്ടി.
അതുകൊണ്ട് തന്നെ ചെറിയ സമയത്തിനുള്ളിൽ വലിയ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതിനെ ശക്തി പകരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രൂപത്തിലുള്ള തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ നമ്മൾ സംഘടിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് CITU സ്റ്റേറ്റ് കമ്മിറ്റി CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കോർഡിനേഷൻ ചെയർമാൻ APM റഷീദ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി M ഹംസ, ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, MIA റസാക്ക്, KR വിജയൻ, ഒറ്റപ്പാലം കോർഡിനേഷൻ കൺവീനർ KV സന്തോഷ്, M മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. വർഗീയ ഫാസിസ്റ്റ് സർക്കാരാണ് കേന്ദ്രം ഭരിക്കുന്നവരെന്നും മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും CITU സംസ്ഥാന വൈസ് പ്രസിഡന്റുമായ AK ബാലൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. CITU ഷൊർണൂർ മുനിസിപ്പൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുനിസിപ്പാലിറ്റി ആയാലും കോർപ്പറേഷനുകളായാലും പഞ്ചായത്തുകളായാലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളായാലും ഇന്ന് നിയമസഭ പോലെ പാർലമെൻറ്റ് പോലെ നിയമനിർമ്മാണത്തിന് അധികാരമില്ലെങ്കിൽ പോലും ജനകീയ ആവശ്യങ്ങൾ കൺപറഞ്ഞ് പരിഗണിക്കുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് ഇന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം. 73-74 ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമാണ് ഒരു വലിയ മാറ്റം. ഷൊർണൂർ മയിൽവാഹനം കമ്മ്യൂണിറ്റി ഹാളിലായിരുന്നു CITU ഷൊർണൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് RG പിള്ള, ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, ജില്ലാ കമ്മിറ്റി അംഗം P സിന്ധു, ഡിവിഷൻ വൈസ് പ്രസിഡന്റ് P വേണുഗോപാൽ, ND ദിൻഷാദ്, ജയപാലൻ, ഷൊർണൂർ വിജയൻ, K ഗോപാലകൃഷ്ണൻ, KP മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിജയിപ്പിക്കാനും കൺവെൻഷൻ ആഹ്വാനം ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസ കലോത്സവ വേദികളിൽ നിന്ന് തഴയപ്പെടുന്ന സ്വകാര്യ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്കുള്ള കലോത്സവം കെങ്കേമമായി. പാലക്കാട് സംഘടിപ്പിച്ച തരംഗിണി എന്ന കലോത്സവത്തിൽ 5 വേദികളിലായി 600ഓളം വിദ്യാർത്ഥികൾ മാറ്റുരച്ചു. പൊതുവിദ്യാഭ്യാസ കലോത്സവ വേദികളിൽ നിന്ന് തഴയപ്പെടുന്ന സ്വകാര്യ വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികൾക്കുള്ള കലോത്സവം കെങ്കേമമായി. പണക്കൊഴുപ്പില്ലാത്ത സ്വകാര്യ വിദ്യാലയ കലോത്സവത്തിൽ 5 വേദികളിലായി പ്രതിഭ തെളിയിച്ചത് 600ഓളം വിദ്യാർത്ഥികൾ. പൊതുവിദ്യാലയങ്ങളിൽ ഇടമില്ലാത്ത സ്വകാര്യ വിദ്യാലയങ്ങളിലെ UP വരെയുള്ള വിദ്യാർത്ഥികളുടെ കലോത്സവമാണ് മേളക്കൊഴുപ്പും പണക്കൊഴുപ്പുമില്ലാതെ വേദികളിലെത്തിയത്. സർക്കാർ സ്കൂൾ കലോത്സവത്തിൻ്റെ മാനുവൽ അംഗീകരിച്ചുള്ള കലോത്സവത്തിൽ പാലക്കാട് ജില്ലയെയും പാലക്കാട് അതിർത്തിയായ തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലെയും വിദ്യാർത്ഥികളാണ് ഭാവരാഗ താളലയങ്ങൾ കൊണ്ട് തരംഗിണി എന്ന കലോത്സവത്തെ സർഗാത്മകമാക്കി മാറ്റിയത്. രചന, ചൊല്ലൽ, ആലാപനം, നാട്യം എന്നിവയിലെല്ലാം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ശ്രദ്ധേയമായി. സർക്കാർ എയ്ഡഡ്, സ്വകാര്യ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ വേർതിരിവില്ലാതെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളുന്ന തരത്തിൽ കലോത്സവം നടത്തപ്പെടേണ്ടതാണെന്ന് കലോത്സവം ഉദ്ഘാടനം ചെയ്ത VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കഴിവുള്ളവർ തഴയപ്പെടുന്ന സ്ഥിതിയുണ്ട്. കഴിവുള്ള കുട്ടികളെ കണ്ടെത്താനും വേതനം നൽകാനും പ്രോത്സാഹനം നൽകുവാനും കഴിയണം. പ്രതിഭയാണെങ്കിലും പണമില്ലാത്തതിൻ്റെ പേരിൽ ഒരു കുട്ടിയും അവഗണന നേരിടരുതെന്നും MP പറഞ്ഞു. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം പാലക്കാട് ജില്ലയിൽ എല്ലാ പ്രൈവറ്റ് സ്കൂളുകളിലെയും കുട്ടികൾ 7ാം ക്ലാസ് വരെ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ നല്ല മിടുക്കികളും മിടുക്കന്മാരും അവർ ഊഴം കാത്ത് അവിടെ ഇരിക്കുകയാണ്. അവരുടെ നൈസർഗികമായ കഴിവുകൾ കാണാൻ, ആനന്ദകരമായ ആ അനുഭൂതിയിലേക്ക് പോകാൻ മാതാപിതാക്കളാണ് ഏറെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒട്ടും സമയം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തെരഞ്ഞെടുപ്പിന്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ് ഇടയിൽ ഇങ്ങോട്ട് ഓടി വന്നത്.
ചടങ്ങിൽ ഗായകൻ പ്രണവം ശശി മുഖ്യാതിഥിയായി. നാടാണ് നമ്മളുടെ പാലക്കാട്, കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവുകുളങ്ങളും ഏറെയുണ്ട്. തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, തോടുപുഴകളും പാടങ്ങളുണ്ടല്ലോ, കാവുകുളങ്ങളും ഏറെയുണ്ട്. കാടുമലകളും കൂടി പിണയുന്ന, കാടുമലകളും കൂടി പിണയുന്ന നാടാണ് നമ്മളുടെ പാലക്കാട്. കേരള പ്രൈവറ്റ് സ്കൂൾ സംഘടനാ മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്നാണ് തരംഗിണി സംഘടിപ്പിച്ചത്. സെക്രട്ടറി ജയപ്രകാശ് കുഴൽമന്ദം, കോർഡിനേറ്റർ ശാന്തി നായർ, പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി, ആർ സുനിത, അബ്ദുൽ ഖാദർ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂരിൽ സംഘടിപ്പിച്ച സ്കൂൾ പാചക തൊഴിലാളികളുടെ പാചക മത്സരം പരിപാടി രുചി വിഭവങ്ങളുടെ കലവറയായി. ഷൊർണൂർ ഉപജില്ലാതല പാചക മത്സരം 2025 ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. 1ാം സ്ഥാനം നേടിയ വല്ലപ്പുഴ ഗവൺമെന്റ് ഹൈസ്കൂളിലെ ടീം ശാന്ത ജില്ലാ മത്സരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഷൊർണൂർ ഗവൺമെൻറ് ടെക്നിക്കൽ സ്കൂളിലായിരുന്നു സ്കൂൾ പാചക തൊഴിലാളികളുടെ ഷൊർണൂർ ഉപജില്ല 2025 പാചക മത്സരം സംഘടിപ്പിച്ചത്. പാചക മത്സരം രുചി വിഭവങ്ങളുടെ കലവറയായി. സംസ്ഥാന സർക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ഇത്തരം മത്സര പരിപാടി സംഘടിപ്പിച്ചു വരുന്നത്. ഷൊർണൂർ ഉപജില്ലാ പാചക മത്സരത്തിൽ വിവിധ സ്കൂളുകളെ പ്രതിനിധീകരിച്ച് 17 പേർ പങ്കെടുത്തു. നേരത്തെ പാചക മത്സര പരിപാടി ജില്ലാ നോൺ ഫീഡിംഗ് സൂപ്പർവൈസർ PB സുധീർ ഉദ്ഘാടനം ചെയ്തു. ഇതുപോലെ പാചക മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് നവംബർ മാസം നടക്കുന്നത് സബ് ജില്ലാ പാചക മത്സരമാണ്. അത് കഴിഞ്ഞ് ഈ സബ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് കിട്ടുന്ന ആളുകൾ ജില്ലാതല മത്സരത്തിൽ പങ്കെടുപ്പിക്കുകയും അത് കഴിഞ്ഞ് ഈ ജില്ലയിൽ ഫസ്റ്റ് കിട്ടുന്ന ആളെ സംസ്ഥാന മത്സരത്തിൽ പങ്കെടുക്കുന്നതാണ്. അതായത് ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം എങ്ങനെ നൽകാം, അതെങ്ങനെ കുറച്ചുകൂടി നല്ല രീതിയിൽ ചെയ്യാൻ കഴിയും എന്ന് ഒരു മത്സരം നടത്തി അതിൽ നല്ല രീതിയിൽ, അതായത് ഈ എല്ലാവരും കൂടി കൂട്ടായിട്ട് ഒരു മത്സരം നടത്തുമ്പോൾ അതിൽ ഏറ്റവും നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് കൂടി ആലോചിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മത്സരമായിട്ടാണ് അതിന് കാണേണ്ടത്. ചടങ്ങിൽ ഷൊർണൂർ AO സുവർണകുമാരി അധ്യക്ഷയായിരുന്നു. സ്കൂൾ പ്രിൻസിപ്പൽ PB കദീഷ്, ഷാജി മാസ്റ്റർ, റേഷനിംഗ് ഇൻസ്പെക്ടർ TN മനോജ്, VR റസിയ, V സംഗീത, മഞ്ജിമ, ഇബ്രാഹിം തുടങ്ങിയവർ സംസാരിച്ചു. 4 പേരടങ്ങുന്ന വിധികർത്താക്കളാണ് മത്സര വിജയികളെ തിരഞ്ഞെടുത്തത്. പങ്കെടുത്ത എല്ലാവരും മികച്ച നിലവാരം പുലർത്തിയെന്നാണ് അഭിപ്രായം. 1ാം സ്ഥാനം വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്ത നേടിയപ്പോൾ 2ാം സ്ഥാനം വാടനാംകുറിശി ഗവൺമെൻറ് ഹൈസ്കൂളിലെ തങ്കമണി കരസ്ഥമാക്കി. 3ാം സ്ഥാനം പനയൂർ TM UP സ്കൂളിലെ ദേവകിയും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ വിജയികൾക്കുള്ള ഉപഹാരങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു. ജില്ലാതല മത്സരത്തിലേക്ക് വല്ലപ്പുഴ ഗവൺമെൻറ് ഹൈസ്കൂളിലെ ടീം ശാന്തയെ തിരഞ്ഞെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേരളം PM ശ്രീ പദ്ധതി നിരാകരിച്ചത് ജനദ്രോഹകരമെന്ന് BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലം സാധാരണക്കാർക്ക് ലഭിക്കാൻ ഗ്രാമതലത്തിൽ BJP ജനപ്രതിനിധികൾ ഉണ്ടാകണമെന്നും K സുരേന്ദ്രൻ. ലക്കിടിയിൽ BJP പ്രവർത്തക കൺവെൻഷൻ. മലമ്പുഴ പ്രദേശം പുലി ഭീതിയിൽ. ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി പുലിയെ കണ്ടു. കാർ യാത്രികർ പകർത്തിയ ദൃശ്യങ്ങൾ പുറത്ത്. ജനങ്ങളുടെ ആശങ്കയകറ്റാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം.
മങ്കര ചവിട്ടിലത്തോടിന് സമീപം വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. അപകടം ബൈക്കുകൾ കൂട്ടിയിടിച്ച്. മരിച്ചത് കൊയിലത്തുംപടി മനോജിന്റെ മകൻ 24 വയസ്സുള്ള വിപിൻ. കേന്ദ്ര സർക്കാർ മതന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണെന്ന് CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് AK ബാലൻ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF വൻ മുന്നേറ്റമുണ്ടാക്കും. ഷൊർണൂരിൽ CITU മുനിസിപ്പൽ കൺവെൻഷൻ. ഒറ്റപ്പാലത്ത് CITU മുനിസിപ്പൽ കോർഡിനേഷൻ കൺവെൻഷൻ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.